ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇത് രാവിലെ തന്നെ നല്ല മഴ കണ്ടിട്ടാട്ടോ എണീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് മഴ കണ്ടപ്പോൾ ഒരു ആഗ്രഹം അട കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് അട ഉണ്ടാക്കാനുള്ള മാവും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോന് വന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു, നോക്കട്ടമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ മാവൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ ഇടയ്ക്ക് പുറത്തുനിന്ന് പോയി നോക്കുന്നുണ്ട് കേട്ടോ, മഴ എന്തായി പോയോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി. അപ്പോൾ ഇന്ന് അട ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയൊരു ഇഡലി പാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇഡലി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും വീട്ടിൽ ഇപ്പിടായിരുന്നില്ല. അപ്പം ഞാനൊരു കുറച്ച് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാവുമ്പോൾ എനിക്കൊക്കെ ആകും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അട ആക്കാമല്ലോ. മക്കൾക്ക് ദോശയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വേറെ അതിൻ്റെ ഇടയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അട സെറ്റായി വരുമ്പോഴത്തേനും പുറത്ത് പോയി നോക്കിയപ്പോഴത്തേനും മഴയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടികളെ കാര്യങ്ങളും നോക്കുന്നുണ്ട്, മറ്റുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വേഗം തന്നെ ചോറൊക്കെ വെച്ചേക്കാലോ വിചാരിച്ചിട്ട് ഞാൻ ഇതാ വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറിനുള്ള. അതിൻ്റെ ഇടയിൽ ഞാൻ 2 കൂന്തലുണ്ടായിരുന്നു, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സാമ്പാറുണ്ട്, അപ്പോൾ അതിൽക്ക് കൂന്തൽ റോസ്റ്റ് ചെയ്തെടുത്താൽ പിന്നെ പരിപാടി കഴിഞ്ഞല്ലോ. കൂന്തൽ റോസ്റ്റ് അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് പേരില്ല കേട്ടോ ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ തന്നെ ഞാൻ കൂന്തൽക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാനിതാ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ തന്നെ ഞാൻ എൻ്റെ ഇടയിൽ കൂന്തലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് മസാലയൊക്കെ തേച്ച് ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ചോറൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂന്തലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുളിച്ച് മാറ്റി കുട്ടികൾക്കൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ റെഡി ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര. ഓക്കെ, ബൈ.